സുബ്രഹ്മണ്യന്റെ കഥകളൊക്കെ കേട്ടല്ലോ, അതുപോലെയാണ് ഇങ്ങനെ നാടകം ഉണ്ടാക്കുന്നതാണ് ചുമ്മാതെ. നിങ്ങൾ ഡ്രാമ ഉണ്ടാക്കുക ജോലി. ഇതുപോലെ തന്നെയായിരുന്നു 2019-20 ഇവന്റെ ഭാര്യയും ഇവനും കൂടെ കയറി നമ്മൾ ഫോൺ ചെയ്തും നമ്മളറിയാത്ത കഥകൾ, നമ്മൾ ഇവരോട് സംസാരിക്കാൻ പോലും പോകത്തില്ല. ഇവനൊന്നും കഥകളുണ്ടാക്കി ഇവന്റെ മോൻ ഇവിടെ വരുന്നെന്നും അങ്ങനെ പല പല കഥകൾ ഉണ്ടാക്കലായിരുന്നു ഇവന്റെ ജോലി. ഇപ്പോഴും ഏതാണ്ട് കഥകൾ ഉണ്ടാക്കുക. ഇവന്റെ ഒരു കണിയാനാണ്. നമുക്ക് ഇവരെയൊന്നും കയറ്റി നമ്മുടെ വീട്ടിനകത്ത് വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവന്റെ മോനുമായിട്ട് ഒരു ബന്ധവും നമുക്കില്ല. ഇവന്റെ ആരുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ഈ നാട്ടിലെ ഓരോ അവനുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ഈ കേരളത്തിലെ നല്ല ഇവിടെ ഒരു അവനുമായിട്ടും ഈ തമിഴ്നാട്ടിലെ ആന്ധ്ര ഇങ്ങനെയുള്ള ഓരോരുത്തരും ഓരോ അവനുമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾക്ക് എന്റെ ഫോണോ എന്ത് വേണമെങ്കിലും പരിശോധിക്കാം. നമ്മൾ ചുമ്മാ അങ്ങ് കഥ ഉണ്ടാക്കുന്നത്, ചുമ്മാ കഥ കുറെ കഥ. അതുപോലെ എന്റെ വസ്തുവും അവയൊന്നും വിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവരെ ഒന്നും നമ്മളൊന്നും നോക്കിയില്ല. എനിക്ക് നല്ല പ്രായമുണ്ട്. ഞാനൊരു എന്റെ ഞാൻ ജോലി ചെയ്തതും ഈ പറയുന്നതൊക്കെ കറക്റ്റ് ആണോ നിങ്ങൾക്ക് അന്വേഷിക്കാം. മുത്തൂറ്റ് വർക്ക് ചെയ്തത്, അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത് നമ്മുടെ മാവേലിക്കരയിലും കായംകുളം കോടതിയിലും പോയത്, ഹൈക്കോടതിയിൽ പോയത്, എന്നെ കണ്ടിട്ടുണ്ടോ ഇരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കാം. ചന്ദ്രമോഹൻദാസ് സാറിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തത്, ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. പിന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വർക്ക് ചെയ്തത്, അതിനെല്ലാം എന്തെങ്കിലും ഞാൻ സാലറി വാങ്ങിച്ചതിനുള്ള ഇതെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ വർക്ക് ചെയ്തത് SBL, മുത്തൂറ്റ്, പിന്നെ കാറ്റാടി, ഇവിടെ എല്ലാം വർക്ക് ചെയ്തത് എനിക്ക് ബാങ്കിൽ കൂടെ കാശ് വരുന്നതിനുള്ള തെളിവുണ്ട്. ഇങ്ങനൊന്നും നടക്കുക. നമ്മളെ എവിടെ വർക്ക് ചെയ്തിട്ട് നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കുക, നമ്മളെ അവിടെ നിന്നൊക്കെ പറഞ്ഞു പിടിക്കുക, ഇതിനെല്ലാം ഇത് തെളിവാണ്. ഇങ്ങനെ പലതിനും നമ്മൾ IRDA എക്സാം, ഈ ഇൻഷുറൻസ് റെഗുലേറ്ററി അതിന്റെ എന്താണ് ഫുൾ അതിന്റെ ആ എക്സാം എഴുതി കിട്ടിയതാണ്. അതൊക്കെ വെച്ച് BJP എന്ന് പറയുന്ന കള്ളൻ എന്തൊക്കെയോ തിരിമറികൾ നടത്തിയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന രീതിയിൽ അവൻ പോയി വർക്ക് ചെയ്തിട്ട് എന്തൊക്കെയോ ജോബ് നഷ്ടപ്പെട്ട് മാനേജർ ആക്കാമെന്നൊക്കെ പറഞ്ഞ് മാനേജർ ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ജോബ് ലോസ് ഒക്കെ. അല്ല പലത് വെച്ച് നമ്മളെ ഒത്തിരി കാശൊക്കെ ഇവന്മാര് കള്ളത്തരത്തിൽ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്റെ കാശുകൾ പല രീതിയിൽ, അതുപോലെ പലത്. അപ്പം ഇങ്ങനെ നമ്മളെ വെച്ച് കാശുണ്ടാക്കുക പലരും ഡ്രാമയായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു നാളെ ഒരു കണിയാൻ വന്ന് കിടക്കുക മലപ്പുറത്തുനിന്ന്. ഇവന്റെ വീട്ടുകാരുമായിട്ട് നമുക്ക് യാതൊരു കണക്ഷനും ഇല്ല, ഒരു ബന്ധവും ഇല്ല. ഇവനെന്ത് ചുമ്മാ ഇരുന്ന് ഡ്രാമ ഉണ്ടാക്കുക. ഇവന് ഫോണിൽ കൂടെ ഇവന്റെ നാട്ടുകാരെല്ലാം പറയുന്നത് ഇവന് 55,50,000 എത്രയൊക്കെയോ കാശ് ഇവന് കിട്ടി. ഇവൻ അതിന്റെ അഹങ്കാരമാണ്, ഇവന് കള്ളുകൂടിയാണ് ജോലി നമുക്ക് പോകുമ്പോ എല്ലാം അറിയാം. അതൊരു മാസ്ക് വെച്ചാണ് പോകുന്നത്, നമ്മൾ കാണുന്നുണ്ട്. ഇവൻ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ചീത്ത വിളിയാണ്, അതിനും തെളിവുണ്ട്. ഇവൻ പോകുന്നുണ്ടെങ്കിൽ ഇവൻ ഇങ്ങോട്ടാണ് വരുന്നതെന്നാണ് കഥ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ അമ്മയെന്ന് വിളിക്കും, കാരണം ഇവൻ എന്നെ കൂടെ അമ്മയാണ്. നിങ്ങളെല്ലാം കാണുന്നുണ്ട് എന്റെ അമ്മ ഇവിടെ നിന്ന് TV കാണുന്നത്, ഇപ്പൊ കിടക്കുകയാണ്, ഇതുവഴി കയറുന്നതും പോകുന്നതും എല്ലാം എന്റെ അമ്മയാണ്. ഇവന്മാർ ഇങ്ങനെ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുന്നത് വേറെ ആരൊക്കെയാണ്, എന്റെ കൂടെ വേറെ ആരുമില്ല. അതിനെല്ലാം തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇവന്മാർ ചിലതൊന്നും അപ്ലോഡ് ചെയ്യിക്കാതിരിക്കുക, മാനേജ് വീഡിയോസ് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അത് കാണുന്നില്ല. അങ്ങനെ പലതും നമ്മുടെ പലതും യൂട്യൂബിനകത്ത് പണിയുക, അതുപോലെ ഫേസ്ബുക്കിനകത്ത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് സെക്കൻഡ്സ് കൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇല്ലാതാക്കുക. അങ്ങനെ പലതുണ്ട്. ഇതെല്ലാം നമ്മൾ കോടതി പറയുന്നുണ്ട്. ഇവന്മാർ എന്തൊക്കെയാണ് എന്റെ ഫേസ്ബുക്കിൽ ചെയ്തത്, എന്റെ യൂട്യൂബിൽ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് അറിയണമല്ലോ. ഇതെല്ലാം നമ്മൾ കോടതി പറയും. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇവന്മാർ ചെയ്യുക, പല രീതിയിൽ, അതെല്ലാത്തിനും തെളിവ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്തൊക്കെയാണ് ഇവന്മാർ ഓൺലൈൻ വഴിയുള്ള ഫ്രോഡുലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവന്മാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതിന് എല്ലാത്തിനും നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ കൂടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പലതിനും നമ്മുടെ ക്യാമറ ഓഫ് ആക്കുന്നത് എല്ലാത്തിനും നമ്മളുടെ കൈ തെളിവായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടും എല്ലാം പലതാണ് ഇവന്മാർ. അതുപോലെ പല രീതിയിൽ നമ്മുടെ ഫോട്ടോസ് ഉപയോഗിച്ച് പല കള്ളത്തരങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ആധാറൊക്കെ ഉപയോഗിച്ച് പല കള്ളത്തരങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഇവൻ പണ്ട് 2020 ഇവ കഥയുണ്ടാക്കിയതാണ്. ഇവന്റെ മോൻ ഇതുവഴി പോവാൻ രാത്രി പാരാത്രി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാത്രി വിടുക, എന്നിട്ട് നമ്മളത് പ്രഗ്നന്റ് ആയി, ഇവന്റെ വഴിയെ പോയാൽ നമ്മൾ പ്രഗ്നന്റ് ആവും. എന്നിട്ട് പിന്നെ ഇവന്റെ ഭാര്യ ഉണ്ടല്ലോ, ഈ സുബ്രഹ്മണ്യന്റെ ഭാര്യ എന്ന് വെച്ചാൽ ഇവന്റെ മോനാണ്. സുബ്രഹ്മണ്യന്റെയും ഈ കൽപ്പവല്ലിയുടെ മോനായ സിജി സുബ്രഹ്മണ്യനാണ് പാദയാത്രയ്ക്ക് ഈ വഴി വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇവന്റെ വഴി. അപ്പൊ ഇതേ കൂടെ രാത്രി ഇങ്ങനെ പാദയാത്രയ്ക്ക് പോവുക. പിന്നെ ഇവന്റെ മോനോട് ഇരിക്കുന്നത് എന്തോടെ ഓൺലൈൻ ഇരിക്കുന്നത്, അപ്പൊ എന്നോട് എന്തൊക്കെയോ ഓൺലൈനിൽ സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ് കഥകൾ. നമ്മൾക്ക് മുക്കും വിളിച്ചാൽ ഇവന്മാർ കഥ ഉണ്ടാക്കുന്നത് ആരോ വിളിക്കുക. അതിനാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മുക്കുമാണ് നമ്മളെ വിളിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ പല പല കള്ളത്തരങ്ങൾ ഇവന്മാർ ആരെങ്കിലും ഒക്കെ വിളിക്കുന്നത്. എന്റെ അമ്മയെ ഇങ്ങനെ ആരെങ്കിലും ഫോൺ കോൾ വന്ന് ആരോ വിളിക്കുകയാണ്, എന്തൊക്കെയോ ആരോ വരാൻ വേണ്ടി വിളിക്കുകയാണ് ഇങ്ങോട്ട് എന്നെല്ലാം ഉള്ള കഥകളാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കഥകളാണ്. അതിനകത്തെല്ലാം ഓരോ ഈ കള്ളികളൊക്കെ ഉണ്ട്. എന്റെ
ഇതേന്നൊക്കെ പറയുന്ന ഭയങ്കര കളികളെല്ലാം ഉണ്ട് ഈ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാൻ. ഇവിടുന്ന് രാവിലെ വിളിച്ചു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ അപ്പുറത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന വീട്ടിലൊരു എന്തുവാ കസവും മുണ്ടും നീല ഷർട്ടും ഒക്കെ ഇട്ട് ഒരുത്തൻ ഈ സോമരാജനുമായിട്ട് കയറി നിൽക്കുന്ന കണ്ട അതിനകത്ത്. ആരും ഇല്ലെന്ന് വർക്കിനൊന്നും. അതിനകത്തൊക്കെ കയറി എന്നിട്ട് നമ്മളെ വെളിയിലോട്ടിറങ്ങി ഇതെല്ലാം അവൻ പോകുന്നതും കണ്ട്. ഇങ്ങനെ പല പല കഥകളാണ് നമ്മളെ വെച്ച് പലയിടത്തും കഥകൾ ഉണ്ടാക്കുക. അപ്പൊ ഈ അന്ന് 2020 ഇതുപോലെ ഇവന്റെ മോൻ ഇതുവരെ ഇങ്ങനെ പോവുക, ഓൺലൈനിൽ ഇരിക്കുന്ന എന്തുവാണെന്ന് ചോദിച്ച് കഥ ഉണ്ടാക്കുക, ഇവൻ ഇങ്ങോട്ട് വരുന്നതാണെന്ന് കഥ ഉണ്ടാക്കുക. എന്നിട്ട് കഥ ഉണ്ടാക്കിയിട്ട് ഇവൻ വഴിയെ പോയ പെണ്ണുങ്ങൾ പ്രഗ്നന്റ് ആവും. അത്ര വലിയ സാമർത്ഥ്യക്കാരൻ, അത്ര വലിയ സകല കല വല്ലഭനാണ് ഇവൻ. ഇപ്പൊ എന്നുവെച്ചാൽ വഴിയെ പോയാൽ പ്രഗ്നൻസി ഉണ്ടാക്കുന്നവനാണ് ഇവൻ. അത്ര കഥകളൊക്കെയാ. അതുപോലെ നമ്മൾ ഡൽഹി ചെന്നപ്പോഴും അവിടെ ഇതുപോലത്തെ ഡ്രാമകൾ, ഒരു പെണ്ണുമ്പോൾ ഒരു തമിഴത്തി പെണ്ണുമ്പോൾ ഇതുപോലെ ഇവരുടെ അബോർഷനായ കഥകൾ ഇതുപോലെ ഞാൻ ഈ കഥകൾ പറയുന്ന പോലെ അവരും കഥ പറയുന്നത് അബോർഷനായി. അപ്പൊ ഈ ഒരു ഗർഭിണി കഥ ഉണ്ടാക്കിയപ്പോ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, എനിക്ക് പീരീഡ്സ് ആയപ്പോ നമ്മൾ ഈ പീരീഡ്സിന്റെ എല്ലാം കൂടെ കൊണ്ട് ക്യാമറയുടെ മുന്നിൽ വെച്ചു. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ. അപ്പൊ അതോടെ ഗർഭക്കഥകളൊക്കെ പൊട്ടി പാളീസായി. മനസ്സിലായില്ലേ? അങ്ങനെ പല പല കള്ളക്കഥകളാണ് ഇവന്മാരുണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ നമ്മുടെ പ്രൈവസി ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ഭയങ്കര കള്ളലാണ്. നമ്മുടെ പ്രൈവസി അങ്ങനെയാണ് ഇങ്ങനെ ചുമ്മാതാണ്. ഇതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രൈവസി ഒന്നും അത്ര വലിയൊന്നും ആക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും ബോൾഡായിട്ട് പെരുമാറാനുമുള്ള കഴിവ് വേണം. അല്ലെങ്കിൽ നമ്മളെ പലരും കള്ളത്തരങ്ങളിലും നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോണ്ടിരുന്ന ഇവന്മാർ പല കള്ളത്തരങ്ങളും നമ്മളെ കുറിച്ച് ഉണ്ടാക്കി കളയും. പല കള്ളക്കഥകളും. അങ്ങനെ നമ്മൾ ആ കഥയും പൊട്ടിച്ചു കൊടുത്തു. എന്നിട്ട് സുബ്രഹ്മണ്യന്റെ പെണ്ണുമ്പിള്ള എന്താണ് അച്ചാറോ കുപ്പിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. ഇതുവഴി പോയിട്ട് നേരെ ചെന്ന് കയറുന്നത് ഈ എന്താണ് നമ്മുടെ പ്ലാമൂട്ടിലെ കുഞ്ഞുമോന്റെ വീട്ടിലാണ്. അവിടെയാണ് പിന്നെ ഡ്രാമകളൊക്കെ ഇത് കൊടുക്കുന്നത്, ഗർഭത്തിന് കൊടുക്കുന്നത്. ഗർഭത്തിന് ഈ ആക്കത്തിന് കൊടുക്കുന്നില്ലയോ? എന്തൊക്കെ ഈ കഥകളോ അറിയാവോ? ഇവർക്ക് നല്ല പരിചയമാണ്, ഇതിനൊക്കെ നല്ല പ്രാക്ടീസ്. ഇവിടെ ഒത്തിരി ഇതുപോലെ അബോർഷൻ നടന്നതാ ഇവിടെ. അതുകൊണ്ട് ഈ യാക്കമൊക്കെ അവർക്ക് നല്ലപോലെ അറിയാം. ഒത്തിരി യാക്കം വന്നതാണ് ഇതുപോലെ. ഇങ്ങനെ ഒത്തിരി വേറതിനെ ഇങ്ങനെ ഗർഭം ധരിച്ചത് കാരണം ഒത്തിരി യാക്കം ഉണ്ടാവും. ഒത്തിരി യാക്കത്തിനെ കുറിച്ച് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ചേട്ടത്തിയുടെ ഭർത്താവിന്റെ എല്ലാം കൂടെ ഈ യാക്കത്തിനൊക്കെ കാരണം ഉണ്ടാക്കിയുള്ളത്. അങ്ങനെ നടക്കുന്ന ഒരു സർജറി ബസ്റ്റഡാണ്. നിങ്ങൾ തിരക്കിയാൽ മതി. ഇവളുടെ ചേട്ടത്തിയുടെ ഭർത്താവായ ഒരു ഗോപിയുണ്ട്, ഭോപ്പാലുകാരൻ. അയാളുടെ യഥാർത്ഥ വീട് കടക്കാവൂല. അവരുടെ വീടെല്ലാം താറുമാറാക്കി വിടുമായിരുന്നു.